ഇന്ന് രാവിലെ തമ്പാനൂർ, ഇതാണ് തമ്പാനൂരിലെ അവസ്ഥ. നമ്പൂരാര് മൊത്തം തന്നെ വെള്ളത്തിലെത്തി. കാരണം ജീപ്പ്, കാറ്, ഓട്ടോറിക്ഷയൊക്കെ ഇതുണ്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണ്. റെയിൽവേയുടെ ഫ്രണ്ടിൽ നിന്ന് ആ ഗണപതി കോവിലിൻ്റെ അവിടെയൊക്കെ വെള്ളം മുങ്ങി. ആളുകൾ ഏതാണ്ട് മുട്ടിൻ്റെ ഒപ്പം തന്നെ വെള്ളമായി. എന്താ ബസ്സുകളെല്ലാം കിടക്കുന്ന, വണ്ടിയൊന്നും ഓടുന്നില്ല. അതേമാതിരി വെള്ളം. ഇതാ റെയിൽവേ സ്റ്റേഷനാണ്. എന്താ കാറൊക്കെ പോകണം, മൊത്തം വെള്ളത്തിൽ മുങ്ങി. എന്താ ആളുകൾ നിൽക്കുന്ന നോക്കിയാൽ ഫുള്ള് എന്താ വെള്ളം. വെള്ളത്തിനകത്ത് നമ്മളെ നോക്കിയൊക്കെ ഇറങ്ങാം. ഇതൊക്കെ എന്താ പോണ വണ്ടി ഇതാണ്. അല്ല, ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് കടലിൽ നിൽക്കുന്ന പോലെയാണ്. അതുപോലെ വെള്ളം കയറിയേക്കാം. അതല്ലേ വെള്ളം തീരുമാനം. ഏയ് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാം. അപ്പുറത്തേക്ക് കിടന്നു നോക്കാം. ഉണ്ടോ? ഇതാണ് അവസ്ഥ. ലോറിയൊക്കെ വരുന്നുണ്ട്. മൊത്തം മുങ്ങി വെള്ളത്തിനകത്ത് ഒരു പരുവത്തിനായി. എന്താ പറഞ്ഞത്, ഇന്നിപ്പോൾ ഇവിടെ വർക്ക് നടക്കാൻ പറ്റത്തില്ല. അവിടെ എത്തപ്പെടാൻ പറ്റുമെന്ന് പറ്റത്തില്ല വെള്ളം കാരണം. ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് വെച്ചാൽ ഓട്ടോ പോകില്ല, വണ്ടിയൊന്നും സ്റ്റാർട്ടാകുന്നില്ലെന്നാണ് അത്. അതുപോലെ വെള്ളത്തിൽ മുങ്ങിയാണ് വണ്ടികളൊക്കെ കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. ഇതാണ് അല്ല വണ്ടികളൊക്കെ വരുന്നത്. വേറെ ചെറിയ വണ്ടികൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. ഇതെങ്ങനെ പോകും? KSRTC പോലും കയറാൻ പറ്റത്തില്ല. സ്റ്റാൻഡിൽ കയറാൻ പോലും മാർഗമില്ല. എന്താ ചെയ്യുക? ഉണ്ടോ? എങ്ങനെ പോകുമെന്നറിയില്ല. ശരി, നോക്കാം. എന്തായാലും നമുക്ക് ശ്രമിച്ച് നോക്കാം കിടക്കാൻ പറ്റുമെന്ന്.